വിദേശത്ത് ജോലിയും വിസയും വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ബ്രൂക്ക്പോർട്ട് ലോജിസ്റ്റിക്സിന്റെ വാദങ്ങൾ പൊളിയുകയാണ്. വിദേശത്തേക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ ശാസ്തമംഗലത്തെ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്ന് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രേഷന്റെ ഓഫീസും നോക്കിയും സ്ഥാപനത്തിനെതിരെ പോലീസിൽ പരാതി നൽകാനും നിർദ്ദേശം ആ ഇമെയിൽ രേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ആർ അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അനന്തൻ, ഈ സ്ഥാപന ഉടമകൾ പറഞ്ഞ ഓരോ വാദങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ ലൈസൻസ് ഇല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ആര്യ, തിരുവനന്തപുരം ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്ന ബ്രൂക്ക്പോർട്ട് ട്രാവൽസ് ആൻഡ് ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെയാണ് ഈ പരാതി ഉയർന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ, അതായത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ പലരുടെ നിന്നും വാങ്ങി അത് ഏതാണ്ട് 5 കോടിയോളം രൂപ വരും, 100-ലധികം പേർ പണം കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ 12ഓളം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വഞ്ചനാക്കുറ്റം അടക്കം ചുമത്തിയിട്ടുണ്ട്. ഈ ആരോപണത്തിൽ ഈ സ്ഥാപന ഉടമ ഡോൾസിയുടെ പ്രതികരണവും നമ്മൾ തേടിയതാണ്. അവരുടെ വിശദീകരണവും നമ്മൾ കേൾക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് പുതിയ ഒരു വിവരം നൽകാനുള്ളത്, നമ്മൾ നേരത്തെ ഈ ഡോൾസി ജോസഫൈൻ്റെ പ്രതികരണം തേടുമ്പോൾ അവർ 2 കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എതിർക്കുന്നില്ല. ഒന്ന്, ഈ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയിട്ടില്ല എന്നവർ എവിടെയും ആ പ്രതികരണത്തിൽ പറയുന്നില്ല. മറ്റൊന്ന്, വിസ സംഘടിപ്പിച്ച് നൽകാം എന്നുള്ള വാഗ്ദാനം നൽകിയിട്ടില്ല എന്നും പറയുന്നില്ല. അവർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നടത്തിയിട്ടില്ല എന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അന്വേഷിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ അന്വേഷിച്ചത്. അപ്പോൾ അങ്ങനൊരു സ്ഥാപനം, വിദേശത്തേക്ക് ജോലിക്കായി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാപനം നടത്താനുള്ള അധികാരം ഇവർക്കില്ല, അതിനുള്ള അംഗീകാരം ഇവർക്കില്ല എന്ന് നമുക്ക് ബോധ്യം. അനന്തനിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ അനന്തൻ പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ അതിനുള്ള അനുമതി അവർക്ക് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം കെട്ടിട ഉടമയും കബളിപ്പിച്ചിരിക്കുകയാണ്. റിക്രൂട്ട്മെന്റ് സ്ഥാപനമാണെന്ന് അറിയിച്ചിട്ടില്ല എന്നാണ് ഈ കെട്ടിടത്തിന്റെ ഉടമ അഞ്ജന മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. കേൾക്കാം അവരുടെ വാക്കുകൾ കൂടി. ഞങ്ങൾ ആദ്യം ഈ ബിൽഡിംഗ് കൊടുത്തിരിക്കുന്നത് 2 years ബാക്കാണ്. അപ്പോൾ നമ്മൾ കൊടുത്തതാകെ ഇവരുടെ ഒരു സ്പൈസസിൻ്റെ എക്സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുത്തത്. അല്ലാതെ ഇവരിങ്ങനെ അല്ലാതെ ആൾക്കാരെ ഇങ്ങനെ ജോബിന് വേണ്ടി കൺസൾട്ടൻസി നടത്തുകയാണ്, അതിന് വേണ്ടിയിട്ടല്ല ഇവരെ എടുത്തത്. ഒരു 6 മാസമായിട്ട് പലവരായിട്ട് വന്ന് അവരുടെ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്നും അവർ കൊടുക്കുന്നത്. ഇപ്പോൾ ഓരോ പ്രാവശ്യം അവരെ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോഴും അവരതിന്ന് ഒഴിഞ്ഞു മാറിയാണ്. അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല, ലൈക്ക് അവർ കറക്റ്റായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളടുത്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി വാടകയും അവർ അയക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ കംപ്ലൈൻ്റ് ആയിട്ട് ഇതുവരെയും പറയാനില്ലായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഇവർ പ്രോപ്പറായിട്ട് ചീറ്റിംഗ് എന്തോ കാര്യമായിട്ട് നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ഞങ്ങളിപ്പോൾ, കാരണം ഞങ്ങൾ തന്നെ അറിയുന്നത് ഇവരിങ്ങനൊരു കാരണം റെൻ്റൽ എഗ്രിമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ വാലിഡ് അല്ല അങ്ങനെയാണെങ്കിൽ. ബിക്കോസ് ഞങ്ങൾക്ക് റെൻ്റൽ എഗ്രിമെൻറ്റിൽ എഴുതിയിരിക്കുന്ന സ്പൈസസ് എക്സ്പോർട്സിനാണ്, അല്ലാതെ ഈ ഒരു ജോബ് കൺസൾട്ടൻസിക്ക് വേണ്ടി അല്ല ഒരു എഗ്രിമെൻറ്റ് എഴുതിയിരിക്കുന്നത്. സോ ഞങ്ങളിപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവരുടെ അടുത്ത് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയക്കുകയാണ്. പറഞ്ഞിട്ടുമുണ്ട്, അല്ലാതെ അറിയിച്ചിട്ടുമുണ്ട്. നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട, നിർത്തണം എന്ന് പറഞ്ഞിട്ട്. അനന്തൻ തുടരുന്നുണ്ട്. അനന്തൻ, അതായത് അടിമുടി തട്ടിപ്പാണ്. തീർച്ചയായിട്ടും നമ്മൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി എന്നാണ് ആദ്യം വാർത്ത നൽകിയത്. അതിനുശേഷം ആ പരാതികളുമായി ബന്ധപ്പെട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത FIRകളുടെ പകർപ്പ് പുറത്തുവിട്ടു. അതിനുശേഷം ഈ ആരോപണ വിധേയരുടെ പ്രതികരണം പുറത്തുവിട്ടു. അപ്പോൾ അവർ പറയുന്നത് ഇത് സംഘടിതമായി ഞങ്ങളുടെ സ്ഥാപനത്തെ തകർക്കാനുള്ള നീക്കമാണ് എന്നൊക്കെയാണ് അവരുടെ വിശദീകരണം. അതിനൊപ്പം തന്നെ അവർ പറയുന്നത് കാനഡ ഇന്ത്യ ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് അവരുടെ ഈ പ്രോസസ്സ് എല്ലാം മുടങ്ങിയത്, അത് ശരിയാകും എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മളിപ്പോൾ കൊടുക്കുന്നത് അങ്ങനെ കാനഡയുടെ നയതന്ത്രമൊന്നും കാത്തിരിക്കേണ്ടവരല്ല ഇവർ. എങ്ങനെ ആൾക്കാരെ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ വിദേശത്തേക്ക്, കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി റിക്രൂട്ട് ചെയ്യാനുള്ള ഒരധികാരവും ഈ സ്ഥാപനത്തിന് ഇല്ല എന്ന് തെളിയിക്കുന്ന 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. മാത്രമല്ല, ഈ സ്ഥാപനം ഒരു തട്ടിപ്പായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് കൂടുതൽ തെളിവുകളും കൂടിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിലൊന്ന്, പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രേഷൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്തെ ഓഫീസാണ്. അവിടെ നിന്ന് നൽകിയിരിക്കുന്ന മറുപടി, ഇവർക്ക് എമിഗ്രേഷൻ ആക്ട് പ്രകാരമുള്ള ഒരു ലൈസൻസും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനാണ് പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രേഷന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. തട്ടിപ്പിന്റെ വ്യാപ്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.